Hey, all my beautiful souls, welcome back to my channel. Hope you guys are doing awesome today. എന്താണ് നിങ്ങളുടെ കറന്റ് സിറ്റുവേഷൻ? എന്താണ് ഈ സമയം നിങ്ങൾ കേൾക്കേണ്ടത്? വാട്ട്സ് എ മെസ്സേജ് ഫോർ യു? ലെറ്റ്സ് സീ. സോ നിങ്ങൾ നിങ്ങളുടെ കറന്റ് സിറ്റുവേഷൻ ഒക്കെ ഒന്ന് മനസ്സിൽ ആലോചിക്കുക. എന്ത് അവസ്ഥയിൽ കൂടിയാണോ നിങ്ങൾ പോകുന്നത്? എന്താണോ നിങ്ങൾ ഏറ്റവും കൂടുതൽ കേൾക്കാൻ ആഗ്രഹിക്കുന്നത്? ലെറ്റ്സ് സീ വാട്ട്സ് യുവർ കറന്റ് സിറ്റുവേഷൻ and what's the message for you? All right. പ്രോബബ്ലി നിങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് സിറ്റുവേഷനിലായിരിക്കാം ഈ ഒരു സമയം സ്റ്റക്ക് ആയിട്ട് നിൽക്കുന്നുണ്ടായിരിക്കാം. ഓക്കെ, ഒരു ഓവർ എഫേർട്സ് കൊടുക്കുന്നുണ്ടായിരിക്കാം. നിങ്ങളുടെ ഫാന്റസി, നിങ്ങളുടെ ഒരു ഡേ ഡ്രീമിൽ നിങ്ങൾ ഒരുപാട് സ്റ്റക്ക് ആയിട്ട് നിൽക്കുന്നുണ്ടായിരിക്കണം. മേ ബി നിങ്ങൾ എന്തിലാണോ നിങ്ങൾ ഒരുപാട് എനർജി ഇൻവെസ്റ്റ് ചെയ്യുന്നത് അത് പ്രോബബ്ലി ഈ ഒരു സമയത്ത് ഗ്രോ ചെയ്യുന്ന ഒരു കാര്യമായിരിക്കണം എന്നില്ല, അല്ലെങ്കിൽ പെട്ടെന്ന് മാറ്റങ്ങൾ ഉണ്ടാവുന്ന ഒരു കാര്യം അല്ല. ഓക്കെ, അത് ഈവൻ നിങ്ങൾ എന്താണോ ഈ ഒരു സമയത്ത് ഒരുപാട് ബോധർ ചെയ്യുന്ന ഒരു കാര്യം എന്താണോ അത് ഓവർ നൈറ്റ് സംഭവിക്കുന്ന ഒരു കാര്യം ആയിക്കൊള്ളണമെന്നില്ല. പക്ഷെ ഇത് നിങ്ങൾക്ക് വലിയൊരു പാഷൻ ഉള്ള ഒരു കാര്യമാണ്, അല്ലെ, വലിയൊരു ക്രേവ്, വലിയൊരു ഇഷ്ടം തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ്. സോ ഈ ഒരു സമയത്ത് എന്ത് ആക്ഷൻ ആണോ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കുക, അത് നിങ്ങളുടെ ജോബോ റിലേഷൻഷിപ്പോ നിങ്ങൾക്ക് എന്താണോ ഈ ഒരു സമയത്ത് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ആ ഒരു കാര്യത്തിന് ചെയ്യാൻ സാധിക്കുക. ചില ആളുകൾ ക്ഷമയോട് കൂടിയിട്ട് അല്ലെങ്കിൽ അതിന്റെ ഒരു പ്രോസസ്സിനുള്ള ഒരു ടൈം കൊടുക്കുക എന്നുള്ളതാണ്. കാരണം ഇത് സമയം എടുക്കുന്ന ഒരു കാര്യമാണ്. ആൻഡ് ഈ ഒരു സമയത്ത് നിങ്ങൾ ഇത്ര ഒരു എഫേർട്സ് അല്ലെങ്കിൽ പെട്ടെന്ന് സംഭവിക്കാൻ എക്സ്പെക്ട് ചെയ്യാതിരിക്കുക. ഓക്കെ, ഇറ്റ് നീഡ് ടൈം. കുറച്ച് സമയം വേണ്ട ഒരു കാര്യമാണ്. പെട്ടെന്ന് സംഭവിക്കുന്ന ഒരു കാര്യമല്ല, പെട്ടെന്ന് സംഭവിക്കുന്ന മാറ്റമല്ല. എന്താണ് നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ആ ഒരു കാര്യത്തിന് വേണ്ടി ചെയ്യാൻ സാധിക്കുക, അതിലേക്കാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്. ഓക്കെ, സോ റിലേഷൻഷിപ്പിൽ വരുന്ന സമയത്ത് അഗൈൻ നിങ്ങൾ ചില സ്പെസിഫിക് ആളുകളിലൊക്കെ ഒരുപാട് സ്റ്റക്ക് ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ അറിയാം നിങ്ങൾക്കത് വളർത്തി കൊണ്ടുവരാൻ പറ്റാത്തൊരു റിലേഷൻഷിപ്പ് ആയിരിക്കാം എന്നുള്ളത്. എല്ലാവരുടെ സിറ്റുവേഷൻ പറയുന്നില്ല, പക്ഷെ നിങ്ങൾക്ക് അറിയാം നിങ്ങൾ ഒരുപാട് എഫേർട്സ്, ഒരുപാട് എനർജി ഇൻവെസ്റ്റ് ചെയ്യുന്ന എന്തെങ്കിലുമൊക്കെ കാര്യമാണെന്നുണ്ടെങ്കിൽ, കാരണം നിങ്ങൾക്ക് ഗ്രോത്ത് ഉള്ള കാര്യത്തിലേക്കാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്, അല്ലെ. സോ ഇൻസ്റ്റീഡ് നിങ്ങൾ ഒരാളിലോ അല്ലെങ്കിൽ ഒരു സിറ്റുവേഷനിലോ സ്റ്റക്ക് ആവുന്നതിന് പകരം നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യത്തിലേക്ക്, അത് ഈവൻ റിലേഷൻഷിപ്പിലാണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് റൈറ്റ് ആയിട്ടുള്ള കാര്യത്തിലേക്ക് നിങ്ങൾക്ക് ശ്രദ്ധ കൊടുക്കാൻ സാധിക്കുന്നുണ്ട്, റൈറ്റ് ആയിട്ടുള്ള കാര്യം അട്രാക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്, അല്ലെങ്കിൽ റൈറ്റ് ആയിട്ടുള്ള കാര്യത്തിന് വേണ്ടി നിങ്ങൾക്ക് ഗ്രോത്ത് ഉണ്ടാവാൻ സാധ്യതയുള്ള, നിങ്ങൾ ഫോക്കസ് ചെയ്ത മാറ്റം ഉണ്ടാവുന്ന ഒരു കാര്യത്തിലേക്ക് വേണം നിങ്ങൾ അട്രാക്റ്റഡ് ആവാൻ, ഫോക്കസ്ഡ് ആവാൻ. ഓക്കെ, കാരണം ഈ ഒരു സമയത്ത് നിങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നത് നിങ്ങളുടെ ഒരുപാട് ക്രേവിംഗ് ആയിട്ടുള്ള ഒരു എനർജിയും അല്ലെങ്കിൽ ഒരുപാട് അട്രാക്ഷനും ഒരുപാട് ഫാന്റസിയും ഇൻവോൾവ് ആവുന്ന ഒരു സിറ്റുവേഷൻ കൊണ്ടാണ്. ഓക്കെ, ചില കാര്യങ്ങൾ നിങ്ങൾ ഒരുപാട് ഫാന്റസൈസ് ചെയ്യുന്നുണ്ട്. സോ റിലേറ്റ് വിത്ത് യുവർ സിറ്റുവേഷൻ. സ്പെഷ്യലി റിലേഷൻഷിപ്പിലൊക്കെ വരുന്ന സമയത്ത് ഒരുപാട് അഡിക്ഷൻ, അട്രാക്ഷൻ, അതാണ് നിങ്ങൾ ഒരുപാട് ഡിസ്റ്റർബ്ഡ് ആക്കുന്നത്. പല കാര്യത്തിലേക്കും അത് ഇൻവോൾവ് ആവുന്നുണ്ടായിരിക്കാം. ഓക്കെ, ഈ ഒരു സമയത്ത് നിങ്ങൾ കുറച്ചുകൂടെ കാം ആയിട്ട് സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യുക. എസ്പെഷ്യലി നിങ്ങൾ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഇമോഷണൽ സിറ്റുവേഷൻ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ അത് ഒരുപാട് ഡിസ്റ്റർബ് ഒക്കെ ചെയ്യുന്ന കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ റിലീസ് ചെയ്യേണ്ട ഒരു എനർജിയാണ്. ഓക്കെ, ആൻഡ് വർക്ക് വിത്ത് ദാറ്റ്. എന്താണോ നിങ്ങൾക്ക് ആ ഒരു സമയത്ത് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് അത്രമാത്രം നിങ്ങൾ ചെയ്യാം. ഓൾറൈറ്റ്, ഒരുപാട് ധൃതി കാണിക്കാതിരിക്കുക. എന്താണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താണോ ഒരുപാട് ഡെസ്പറേറ്റ് ആയിട്ട് ആഗ്രഹിക്കുന്നത്, അത് ചില ആളുകൾക്ക് അത് നിങ്ങൾക്ക് ശ്രമിച്ചു നോക്കിയാൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ഓക്കെ, അത് ടൈം എടുക്കുന്ന ഒരു കാര്യമാണ്. ഈവൻ നിങ്ങളുടെ റിലേഷൻഷിപ്പ് സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് ഈ ഒരു സമയത്ത് ഇങ്ങനെ ഡെസ്പറേറ്റ് ആയിട്ട് ആഗ്രഹിക്കുന്നത്, വേണം, കാണണം, എക്സ്പീരിയൻസ് ചെയ്യണം, പെട്ടെന്ന് സംഭവിക്കണം എന്ന് ആഗ്രഹിക്കുന്നത്, അത് നിങ്ങളുടെ ആഗ്രഹം അല്ലെങ്കിൽ നിങ്ങളുടെ അത്ര ഒരു ഇന്റൻസ് ആയിട്ടുള്ള ഒരു ഡിസയർ അതിലേക്ക് കണക്റ്റഡ് ആവുന്നുണ്ട്. ബട്ട് ദിസ് ഈസ് നോട്ട് ദ റൈറ്റ് ടൈം. ഓക്കെ, സോ കുറച്ച് സമയം കൊടുക്കണം, അല്ലെങ്കിൽ അത് പെട്ടെന്ന് സംഭവിക്കുന്ന ഒരു കാര്യമല്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. What you need to hear right now. ഓക്കെ, സോ റൈറ്റ് ആയിട്ടുള്ള കാര്യത്തിലേക്ക് നിങ്ങൾ എന്തെങ്കിലും, എസ്പെഷ്യലി നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ മാനിഫെസ്റ്റ് ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ റൈറ്റ് ആയിട്ടുള്ള കാര്യത്തിലേക്ക് നിങ്ങളുടെ എനർജി സ്പെൻഡ് ചെയ്യുക. മാനിപ്പുലേറ്റഡ് ആവാതിരിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് മാനിപ്പുലേറ്റ് ചെയ്യാതിരിക്കുക. എസ്പെഷ്യലി ചില കണക്ഷൻ ഒക്കെ എക്സ്പീരിയൻസ് ഒക്കെ ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങൾ ഒരുപാട് സ്റ്റക്ക് ആവരുത്. അതിന് നിങ്ങൾക്ക് എന്ത് ഗ്രോത്ത് ആണ് വേണ്ടത്, എന്താണോ നിങ്ങൾ എടുക്കേണ്ടത്, ആ ഒരു കാര്യങ്ങൾ മാത്രം നിങ്ങൾ എടുക്കാൻ ശ്രമിക്കുക. ഓക്കെ, സോ ചില ആളുകൾ നിങ്ങൾ റൈറ്റ് ആയിട്ടുള്ള കാര്യത്തിലേക്ക് ഫോക്കസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധ റൈറ്റ് ആയിട്ടുള്ള കാര്യത്തിലേക്ക് വരേണ്ടതായിട്ടുണ്ട്. ആൻഡ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ആരെങ്കിലുമൊക്കെ മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പല രീതിയിലായിരിക്കാം. ഓക്കെ, പെട്ടെന്ന് മാനിപ്പുലേറ്റഡ് ആവാതിരിക്കാം. ഈവൻ ചില കാര്യങ്ങൾ കേൾക്കുന്ന സമയത്തും
അല്ലെങ്കിൽ ഈവൻ ലൈക്ക് ഇപ്പം ഈവൻ നിങ്ങൾ ഇതുപോലത്തെ കാര്യങ്ങൾ അല്ലെങ്കിൽ എന്താണോ നിങ്ങൾ ഒരുപാട് ഈ ഒരു സമയത്ത് ഡിസൈർ ചെയ്യുന്നത് അതിനെ പറ്റിയിട്ട് നിങ്ങൾ എന്താണോ കേൾക്കുന്നത്, ലൈക്ക് ടാരോ ട്രീഡിങ് പോലത്തെ കാര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ എന്താണോ എന്തോ ഒരു കാര്യം നിങ്ങൾ ഒരുപാട് എടുക്കുന്നുണ്ട്, അതിൽ നിങ്ങൾ ഒരുപാട് മാനിപ്പുലേറ്റഡ് ആവുന്നുണ്ട്, അത് നിങ്ങൾക്ക് അനാവശ്യമായിട്ടൊരു ഫാന്റസി തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. റിലേഷൻഷിപ്പിലായിരിക്കാം, കണക്ഷനിലായിരിക്കാം, ആളുകളിലായിരിക്കാം. ഓൾറൈറ്റ്, സോ നിങ്ങൾക്കറിയാം, നിങ്ങൾ റിലേറ്റ് ചെയ്യുക എന്താണോ നിങ്ങൾക്ക് അത്ര ഒരു ഡെസ്പറേറ്റ് ആയിട്ടുള്ള ഒരു ആഗ്രഹം എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. എക്സാക്ട്ലി. സോ എന്തൊരു കാര്യം നിങ്ങൾ കേൾക്കുന്നത് റൈറ്റ് അല്ല. ഐ ഹാവ് ടു ടെൽ ദിസ്. ഓക്കെ, സോ ഈ ഒരു സമയത്ത് നിങ്ങൾ കേൾക്കുന്ന കാര്യങ്ങൾ, നിങ്ങൾ ആളുകൾ പറയുന്ന കാര്യങ്ങൾ, ഈവൻ എസ്പെഷ്യലി റിലേഷൻഷിപ്പിലൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾ ഡീൽ ചെയ്യുന്ന ആളുകൾ, അത് ഈവൻ റിലേഷൻഷിപ്പ് എന്ന് മാത്രം എന്നുള്ളതല്ല, നിങ്ങൾ ആരുമായിട്ടാണോ ഡീൽ ചെയ്യുന്നത് അവരുടെ ആക്ഷൻസ് നിങ്ങൾ കൂടുതൽ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക, മനസ്സിലാക്കാൻ ശ്രമിക്കുക. വാക്കുകളിൽ നിങ്ങൾ പെട്ടെന്ന് മാനിപ്പുലേറ്റഡ് ആവരുത്. വാക്കുകളിൽ പറയുന്ന കാര്യങ്ങൾ ആക്ഷനിൽ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു ആക്ഷനാണ് നിങ്ങൾ കൂടുതൽ ട്രസ്റ്റ് ചെയ്യേണ്ടത്. കാരണം ചില ആളുകളുടെ വാക്കുകൾ നിങ്ങളെ ചില പ്ലേസിൽ പിടിച്ചു നിർത്തുന്നുണ്ട്, അനങ്ങാൻ പറ്റുന്നില്ല, നിങ്ങൾ ഒരുപാട് ഡിസ്റ്റർബ്ഡ് ആവുന്നുണ്ട്. ഓൾറൈറ്റ്, സോ ചില എനർജി, അതുപോലെ വാക്കുകൾ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ചില എനർജീസ് എന്നൊക്കെ നിങ്ങൾ റിലീസ് ചെയ്യണം. നിങ്ങൾ അത് ഒരുപാട് സ്റ്റക്കായിട്ട് നിർത്തുന്ന ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ what you need to hear right now. See, നിങ്ങൾ എന്താണ് അത്ര ഡെസ്പറേറ്റ് ആയിട്ട് ആഗ്രഹിക്കുന്നത്, അത് ആഗ്രഹിക്കേണ്ട എന്നല്ല പറയുന്നത്. നിങ്ങൾക്കത് ശരിയായിട്ടാണോ നിങ്ങൾ എടുക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ആഗ്രഹം കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിലൊക്കെ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങളൊക്കെ വരുത്തേണ്ടതായിട്ടുണ്ട്. Let's see what you need to hear right now. ഓക്കെ, സോ ഈ സമയം നിങ്ങളുടെ ലൈഫിൽ ജെന്യൂൻ ആയിട്ട് നിൽക്കുന്ന ആളുകളിലേക്ക് നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഒരു സിറ്റുവേഷൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആരാണ് നിങ്ങളുടെ ഒരു റിയൽ ഫാമിലി, റിയൽ ആയിട്ട് കൂടെ നിൽക്കുന്നത്, ആളുകൾ കൊണ്ട് നിങ്ങൾക്ക് സന്തോഷവും ഡെഫിനറ്റ്ലി ഉണ്ടാവുന്നുണ്ട്. റിലേഷൻഷിപ്പിലൊക്കെ വരുന്ന സമയത്ത് വളരെ പ്ലസന്റ് ആയിട്ടുള്ള, നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമുള്ള ആളുകളുടെ കൂടെ നിങ്ങൾക്ക് കാണാനും സംസാരിക്കാനും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനൊക്കെ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടായിരിക്കാം, അല്ലെ? സോ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം എന്താണ് റൈറ്റ് പ്ലേസിൽ ഉള്ളത് എന്നുള്ളത്, അല്ലെ? സോ എവിടെയെങ്കിലൊക്കെ നിങ്ങൾ ചില കാര്യങ്ങൾ നിങ്ങൾ വലിയ രീതിയിലൊക്കെ കണക്ട് ചെയ്യാനോ അട്രാക്ട് ചെയ്യാനോ ഒക്കെ ആഗ്രഹിക്കുന്ന പ്ലേസിൽ അത് ആ ഒരു കാര്യം നിങ്ങൾ ഒരുപാട് ഡ്രെയിൻഡ് ആക്കുന്നുണ്ട്, എനർജറ്റിക്കലി ഒരുപാട് ഡ്രെയിൻഡ് ആക്കുന്നുണ്ട്, ഒരുപാട് കൺഫ്യൂസ്ഡ് ആക്കുന്നുണ്ട്, നിങ്ങൾക്ക് തന്നെ അതൊരു ബുദ്ധിമുട്ടാവുന്നുണ്ടെങ്കിലൊക്കെ മാറ്റങ്ങളൊക്കെ വരുത്തേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ആൻഡ് എവിടെ നിൽക്കുന്ന സമയത്താണ് കുറച്ച് പ്ലസന്റ് ആയിട്ട്, കാരണം ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ആളുകളുടെ എനർജി കണക്ട് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഓക്കെ, സോ ചില ആളുകളുടെ കൂടെ നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വളരെ പീസ്ഫുൾ ആയിട്ട് തോന്നും, ക്ലിയർ ആയിട്ടുള്ള എനർജി നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. പക്ഷെ ചില പ്ലേസിൽ നിൽക്കുന്ന സമയത്ത്, അത് മേ ബി ലൈക്ക് നിങ്ങൾക്ക് വലിയ ഇഷ്ടമുള്ള ആളുകളായിരിക്കാം, കാര്യങ്ങളായിരിക്കാം, പക്ഷെ അവിടെ നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വളരെ കയോട്ടിക് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരിക്കാം, വളരെ സംശയങ്ങൾ ഉണ്ടാക്കുന്നതും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ബേർഡൻസ് തരുന്ന എക്സ്പീരിയൻസും ആയിരിക്കാം ചില പ്ലേസിൽ നിന്ന്. ഈവൻ നിങ്ങൾക്ക് അത് എത്ര ഇഷ്ടമുള്ള ഒരു പ്ലേസ് ആണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് സംഭവിക്കുന്നുണ്ടായിരിക്കാം. റൈറ്റ്, സോ നിങ്ങൾ റിലേറ്റ് ചെയ്യുക. ചില കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇറങ്ങി ചെല്ലുന്നതിന് മുൻപ്, നിങ്ങൾ അട്രാക്ട് ചെയ്യുന്നതിന് മുൻപ് നിങ്ങൾ മനസ്സിലാക്കുക എങ്ങോട്ടാണോ നിങ്ങൾ പോകുന്നത്, എന്താണോ നിങ്ങൾ അട്രാക്ട് ചെയ്യുന്നത് എന്നുള്ളത്. ഓക്കെ, സോ ചില കാര്യങ്ങൾ അതുപോലെ നിങ്ങൾ വേർതിരിച്ച് കാണേണ്ടതായിട്ടുണ്ട്, മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. വാട്ട് യു നീഡ് ടു ഹിയർ റൈറ്റ് നൗ. ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ അത്ര ആഗ്രഹിക്കുന്ന ഒരു കാര്യങ്ങൾ, അല്ലെങ്കിൽ എന്താണ് ഈ ഒരു സമയത്ത് നിങ്ങളുടെ ലൈഫിൽ ഇല്ലാത്തത് കൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് ടെൻഷൻ ഉണ്ടാവുന്നത്, നഷ്ടപ്പെടുമോ എന്നുള്ളൊരു പേടി ഉണ്ടാവുന്നത്, ആക്ച്വലി നിങ്ങൾക്ക് ചില കാര്യങ്ങൾ എന്താണ് നിങ്ങൾ ഡെസ്പറേറ്റ് ആയിട്ട് ആഗ്രഹിക്കുന്നത് ഡെഫിനറ്റ്ലി നിങ്ങളുടെ ലൈഫിലേക്ക് വരും. ഒരുപാട് സന്തോഷിപ്പിക്കുക, നിങ്ങളെ മറന്ന് സ്വയം മറന്ന് നിങ്ങൾ മറ്റുള്ള ആളുകളെ വലിയ രീതിയിൽ പ്ലീസ് ചെയ്ത് ലൈഫിൽ പിടിച്ചു നിർത്താൻ ശ്രമിക്കുക. നിങ്ങളുടെ ആക്ഷൻസ് ഒക്കെ നിങ്ങൾ ഒബ്സർവ് ചെയ്യേണ്ട ഒരു ടൈമാണ്. ഓക്കെ, നിങ്ങൾ അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല. ചില കാര്യങ്ങൾ നാച്ചുറലി സംഭവിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ സംഭവിക്കുന്നത് നിങ്ങൾ അതിന്റെ വഴിക്ക് വിടുന്ന സമയത്താണ്, നിങ്ങൾ അത് ചേസ് ചെയ്യാതിരിക്കുന്ന സമയത്താണ്, നിങ്ങൾ അത് പിടിച്ചുകൊണ്ടിരിക്കാത്ത സമയത്താണ്. ഈവൻ അത് നിങ്ങളുടെ ഒരു ഡ്രീം ജോബോ നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്ത് കാര്യം ആയിക്കോട്ടെ. ചില ആളുകൾ നിങ്ങൾ ചില ഫാമിലി ബിൽഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കണം. അത് നിങ്ങളുടെ ഒരു ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയുമായിട്ടായിരിക്കാം, നിങ്ങളുടെ പാർട്ട്ണറുമായിട്ട്, ഈവൻ നിങ്ങളുടെ ഫാമിലിയിലൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾ ചില കാര്യങ്ങളൊക്കെ വളരെ ഡെസ്പറേറ്റ് ആയിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. വീട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളോ ഓർ നിങ്ങൾ നിൽക്കുന്ന പ്ലേസോ യാത്ര റിലേറ്റഡ് ആയിട്ടുള്ള കാര്യത്തിലൊക്കെ നിങ്ങൾ വളരെ ഡെസ്പറേറ്റ് ആയിട്ട് കണക്ട് ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്, അല്ലെ? അത്ര ഒരു ഡെസ്പറേഷന്റെ ഒരു ആവശ്യം നിങ്ങൾക്ക് ഉണ്ടാവുന്നില്ല. ചില കാര്യങ്ങൾ നിങ്ങൾ അത്ര ഒരു ലീസ്റ്റ് അറ്റൻഷൻ കൊടുക്കുന്ന സമയത്താണ് നിങ്ങൾക്കത് ആ ഒരു അനക്കം ഉണ്ടാക്കാൻ സാധിക്കുന്നത്, നിങ്ങൾക്കതിൽ തുടക്കം കുറിക്കാൻ സാധിക്കുന്നത്. ഓക്കെ, സോ ഒരുപാട് ഒരു അറ്റാച്ച്മെന്റ് ഒന്നിനോടും ഈ ഒരു സമയത്ത്, അത് ആളുകളാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ എന്ത് ആഗ്രഹമാണെന്നുണ്ടെങ്കിലും വലിയ അറ്റാച്ച്മെന്റ് ഈ ഒരു സമയത്ത് കാണിക്കാതിരിക്കുക.
ഓക്കെ, അതാണ് നിങ്ങൾ തന്നെ ഒരുപാട് സഫർ ചെയ്യാനുള്ള ഒരു കാരണം. അതാണ് നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾക്ക് ശരിയോ തെറ്റോ എന്തോ ആയിക്കോട്ടെ, അത് നിങ്ങൾ റിലീസ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ലൈഫിലേക്ക് വരും. അങ്ങനെ വരുന്ന സമയത്താണ് നിങ്ങൾക്കത് നിങ്ങൾക്കത് ശരിക്കും വേണ്ടതായിരുന്നോ, നിങ്ങൾക്കത് വേണോ, നിങ്ങളത് എടുക്കണോ വേണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഓക്കെ, ഈ ഒരു സമയത്ത് നിങ്ങൾക്കുള്ളൊരു ഗ്രേറ്റ് കൺഫർമേഷനും അതാണ്. നിങ്ങൾ വളരെ ഫോഴ്സ് ചെയ്ത് നിങ്ങൾ ഒന്നിലേക്കും അട്രാക്ട് ചെയ്യിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ എന്താണെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ലൈഫിലേക്ക് വരും. നാച്ചുറലി അത് ഫോളോ ചെയ്യും. യു ക്യാൻ ട്രസ്റ്റ് മൈ റീഡിങ്. ഓൾറൈറ്റ്, സോ നിങ്ങൾ റിലേറ്റ് ചെയ്യുക. എന്തെങ്കിലുമൊക്കെ സിറ്റുവേഷൻ കൊണ്ട് നിങ്ങൾക്ക് ഒരുപാടൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിലൊക്കെ മാറ്റം വരുത്താൻ സാധിക്കും. ഓക്കെ, സോ അതാണ് നിങ്ങൾക്കുള്ള റീഡിങ്. ഹോപ്പ് യു ലൈക്ക് ദിസ് റീഡിങ്. ഹോപ്പ് യു ക്യാൻ റിലേറ്റ് വിത്ത് യുവർ സിറ്റുവേഷൻ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഫ്രണ്ട്സ്, ടേക്ക് കെയർ ആൻഡ് ഗുഡ് നൈറ്റ്.